എന്താണ് ശിവരാത്രി? അല്ലെങ്കിൽ ആരാണ് ശിവൻ? ശിവൻ എന്ന ആ ദൈവത്തിൻ്റെ നിറം പോലും ഇരുട്ടാണ്. സത്യം ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ഉണ്ടാകുന്ന ചെറിയ വെളിച്ചമാണ് ഈ ജീവിതം അഥവാ പ്രപഞ്ചം. നമ്മുടെ തന്നെ അടിസ്ഥാന ഘടകത്തെ അറിയിക്കുന്നതിലേക്കുള്ള ഒരു ആഘോഷമാണ് ശിവരാത്രി. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, നമ്മുടെ ഓരോ ശ്വാസത്തിലും ഈ ശിവതത്വത്തെ നാം സ്വാംശീകരിക്കണം. നമസ്തേ. നമ്മൾ ശിവരാത്രി ആഘോഷിക്കാൻ പോവുകയാണല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകമാസകലം ശിവരാത്രി വളരെ തീവ്രതയോടുകൂടി ആഘോഷിക്കുകയാണ്. എന്താണ് ശിവരാത്രി? അല്ലെങ്കിൽ ആരാണ് ശിവൻ? ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം അനന്തത അല്ലെങ്കിൽ ഈ അനന്തമായ ഇരുട്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ നിറം അല്ലെങ്കിൽ ശിവൻ എന്ന ആ ദൈവത്തിൻ്റെ നിറം പോലും ഇരുട്ടാണ്, കറുപ്പാണ്. ആധുനിക ശാസ്ത്രത്തിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന തമോ ഗർത്തങ്ങൾ വെച്ചാൽ ഇരുട്ടിൻ്റെ ആ ഒരു അപാരത, നിഗൂഢത, അതാണ് ശിവൻ. അതിൻ്റെ അർത്ഥം വെളിച്ചമില്ലെങ്കിൽ അവശേഷിക്കുന്നത് ഇരുട്ടാണ്. അപ്പോൾ ആ ഇരുട്ടിനെക്കുറിച്ചുള്ള അറിവ്, അതിനെക്കുറിച്ചുള്ള ആരാധനയാണ് യഥാർത്ഥത്തിൽ ശിവരാത്രി. രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നേ അർത്ഥമുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് ആ ഇരുട്ടിനെ നാം ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കുന്നു, അതിനെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, സത്യം ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ഉണ്ടാകുന്ന ചെറിയ വെളിച്ചമാണ് ഈ ജീവിതം അഥവാ പ്രപഞ്ചം. ഇൻ ദ ബ്ലാക്ക് ഹോൾ ദർ ക്യാൻ ബി എ ബിഗ് ബാങ്. അതായത് ഈ അനന്തമായ ഇരുട്ടിൽ ഒരു വിസ്ഫോടനം, മഹാവിസ്ഫോടനം ഉണ്ടാകാം. ആ വിസ്ഫോടനമാണ് പ്രപഞ്ചമായി പരിണമിക്കുന്നത്. ഓം ഭുർഭുവസ്വഹ തത്സവിതുർവരേണ്യം. നമ്മൾ കേട്ടിട്ടില്ലേ സൂര്യഗായത്രി, ഭർഗോ ദേവസ്യ ധീമഹേ. ഇതിൻ്റെ അർത്ഥം എത്ര പേർക്കറിയാം? അനന്തമായ ഇരുട്ടിൽ ഒരു ഭുങ്കാരം ഉണ്ടാകുകയാണ്, വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയാണ്. ഭുർഭുവസ്വഹ. ദെൻ തത്സവിതുർവരേണ്യം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഊർജത്തിൻ്റെ ഒരു തരംഗം. മോഡേൺ സയൻസ് പറയുന്നു, ആഫ്റ്റർ ദ ബിഗ് ബാങ് there was an electromagnetic radiation, tatsavidurvarenyam. Then from that electromagnetic radiation light evolved. ഭർഗോ, ഭാർഗവൻ, ലൈറ്റ്, ദേവസ്യ ധീമഹേ. അങ്ങനെ അതിൽ നിന്നുണ്ടായ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ ആ പ്രകാശത്തിൽ, ധീ, നിന്റെ ബുദ്ധിയെ ഉറപ്പിച്ചു നിർത്തൂ കുട്ടിയെ എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ ബിഗ് ബാങ്ങിൻ്റെയും ബ്ലാക്ക് ഹോളിൻ്റെയും ആ അനന്തതയെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ അടിസ്ഥാന ഘടകത്തെ അറിയിക്കുന്നതിലേക്കുള്ള ഒരു ആഘോഷമാണ് ശിവരാത്രി. അപ്പോൾ ആ ശിവൻ്റെ ഇരുട്ടിനെ നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ അനന്തമായ ഇരുട്ടിൽ നാം ആകുന്ന വെളിച്ചം സ്വയം ഉണർന്നു വരും. ആ വെളിച്ചത്തെ ഇരുട്ടുമായി ചേർത്ത് നിർത്തി ഒരു സമാവസ്ഥ, സമ്യക്കായ അവസ്ഥ സംജാതമാക്കുക എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഉദ്ദേശം. പക്ഷേ എത്ര പേര് ഈ ആഴത്തെ മനസ്സിലാക്കി നാം ഇത് ആഘോഷിക്കുന്നു? എവിടെ നോക്കിയാലും കൊട്ട്, പാട്ട്, ഒരു രാത്രി മുഴുവൻ ഉറക്കമിളയ്ക്കണം എന്ന് പറയുന്നു. ഈ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ശിവരാത്രി ആഘോഷത്തിൽ പൂർണ്ണമായും ഉറക്കമിളച്ച് ആരോഗ്യം സമ്പാദിച്ച ഒരു വ്യക്തിയെ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉറക്കം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിലെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണുണ്ട്, അത് കൂടുകയും ഡോപ്പമൈൻസ് കുറയുകയും ചെയ്യും.
അപ്പോൾ സെറോട്ടോണിൻ കൂടുമ്പോഴാണ് നമുക്ക് ഉറക്കം എന്ന ഒരു അവസ്ഥ സംജാതമാകുന്നത്. പ്രാണാപാനയോർ ഗ്രന്ഥി രജപേച്ഛഭിതീയതേ. രാജയോഗം എന്ന് പറയുന്നത് പ്രാണൻ അപാനൻ എന്ന് പറയുന്ന രണ്ട് ശക്തികളെ, നമ്മുടെ ഊർജത്തെ യോജിപ്പിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആക്റ്റീവാകുന്ന ഗ്രന്ഥികൾ ആണ് നമുക്ക് ഈ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, പുതിയ പുതിയ അറിവിൻ്റെ മേഖലകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന രാജയോഗം. ആ രാജയോഗത്തിൻ്റെയും അടിസ്ഥാന ഗുരു അല്ലെങ്കിൽ ദൈവമാരാണ് മഹാദേവൻ. അപ്പോൾ ഇവിടെയും യോഗശാസ്ത്രത്തെയാണ് ഒരു ആചാര രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ ശിവശക്തി യോഗം ആണ് ആത്യന്തികമായി ഓരോ മനുഷ്യനും സാധന ചെയ്യേണ്ടത്. ആ സാധനയെ ഇരുട്ടാകുന്ന സത്യത്തിൽ നാം ശ്രദ്ധയോടുകൂടി തെളിക്കുന്ന വെളിച്ചത്തെയാണ് ശിവരാത്രിയായി ആഘോഷിക്കേണ്ടത് അഥവാ ആചരിക്കേണ്ടത്. ഈ ആശയം മനസ്സിലാക്കി ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, നമ്മുടെ ഓരോ ശ്വാസത്തിലും ഈ ശിവതത്വത്തെ നാം സ്വാംശീകരിക്കണം. ന പൂജയേ ലിംഗം രാവേ, അതായത് രാത്രി ശിവനെ പൂജിക്കരുത്. പിന്നെയോ ന പൂജയേ ലിംഗം ദിവേ, പകലും പൂജിക്കരുത്. പിന്നെന്ത് വേണം? പൂജയേ ലിംഗം സർവദാ. ശിവലിംഗാരാധന, ശിവപൂജ 24 മണിക്കൂറും നിങ്ങൾ ഓരോരുത്തരും നടത്തണം എന്നാണ് ഗുരു പറഞ്ഞത്. എങ്ങനെയാണ്? അപ്പോൾ ശിവതത്വത്തെ നമ്മുടെ പ്രാണനുമായി യോജിപ്പിക്കണം. പ്രാണം മനോദ്യമിതം വിലയന്നയദ്യോ മോക്ഷം സഗച്ഛതി. പ്രാണൻ ശ്വാസം മനസ്സുമായി യോജിക്കുമ്പോൾ, മനസ്സിൽ ആശയം ശിവതത്വം കൊടുത്ത് യോജിക്കുമ്പോൾ മോക്ഷം സഗച്ഛതി, അവന് മോക്ഷമുണ്ടാകും. മോക്ഷം മരണശേഷം കിട്ടുന്നതല്ല. ഇന്ന് നാം അനുഭവിക്കുന്ന ചെറുതും വലുതുമായ ഓരോ രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതിബന്ധങ്ങളുടെയും അതിൽ നിന്നുള്ള മോക്ഷം, മുക്തിയാണ് യഥാർത്ഥ മോക്ഷം. ശിവനെ അന്വേഷിക്കേണ്ടത് കൈലാസത്തിലല്ല, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം അഗ്നിയും വായുവും കൂടി ചേരുമ്പോൾ, നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൽ ന ഭൂമിയെയും മ വെള്ളത്തെയും ശി അഗ്നിയെയും വായുവിനെയും പ്രതിദാനം ചെയ്യുന്നു. ഇതിൽ ശി വം എന്ന 2 വാക്കുകളെ ചേർത്തിട്ടാണ് ശിവം എന്ന സംവിധാനം, അതായത് അഗ്നിയും വായുവും. അത് നമ്മുടെ ശരീരത്തിലെ അഗ്നിതത്വവും ജഠരാഗ്നിയും നാം വലിച്ചെടുക്കുന്ന പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്ന വായുവും കൂടി ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ശിവം എന്ന് പറയുന്ന ശിവശക്തി ശരീരത്തിൽ. അപ്പോൾ നാം ശിവനെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എവിടെയാണ് ശിവൻ? ഭ്രുവോർമധ്യേ ശിവസ്ഥാനേ മനസ്തത്ര വിലീയതേ. യോഗശാസ്ത്രം പറയുന്നു, നമ്മുടെ ഭ്രൂമധ്യ കേന്ദ്രത്തിലാണ് ശിവൻ എന്ന തത്വം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് രുദ്രഗ്രന്ഥി. ശരീരത്തിലെ ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി അത് ഭ്രൂമധ്യത്തിലാണ്. ഇതുകൊണ്ടാണ് പുരുഷന്മാരോട് അവിടെ ചന്ദനം തൊടാനും സ്ത്രീകളോട് കുങ്കുമമണിയാനും പറഞ്ഞത്. ഇതിനെല്ലാം നമ്മുടെ ഓരോ ആചാരങ്ങൾക്കും പിന്നിൽ വളരെ വ്യക്തമായ ഒരു ശാസ്ത്ര സത്യമുണ്ട്. ഇവിടെ ശിവനെ നാം അന്വേഷിക്കുമ്പോൾ നാം കേട്ടിട്ടുണ്ട്, ശിവൻ കൈലാസത്തിലാണ് ഇരിക്കുന്നത്. എവിടെയാണ് കൈലാസം? അത് ഹിമാലയ സാനുക്കളിലെ ഒരു പർവ്വതമാണ്, അല്ലെങ്കിൽ ഒരു കൊടുമുടിയാണ്. ഇവിടുന്ന് ആൾക്കാരെല്ലാം ഞാൻ കാണാറുണ്ട് കൈലാസയാത്ര. ഈ പ്രപഞ്ചത്തിൽ ഒരു ഹിമാലയത്തിലെ കൊടുമുടിയിലാണോ ഈ ഭഗവാൻ കയറിയിരിക്കുന്നത്? ശിവം എന്ന് പറഞ്ഞാൽ അദ്വൈതമാണ്. അദ്ദേഹം എല്ലാ സർവചരാചരങ്ങളിലും ശിവശക്തി, ശിവതത്വം അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ കൈലാസം എന്ന് പറയുന്നത് സത്യത്തിൽ ശൈലകം എന്ന ഒരു യോഗ കേന്ദ്രത്തിൻ്റെ ഒരു മറുഭാഷ്യമാണ്. കൈലാസം എന്ന ആ വാക്ക് നിങ്ങളൊന്ന് തിരിച്ചു വായിച്ചാൽ നിങ്ങൾക്കത് ശൈലകം എന്ന് കാണാം. ഈ ശൈലകം എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിൽ തലയിലെ ഒരു 4 അങ്കുലം, ഒരു 4 വിരൽ കനത്തിൽ മുകളിലേക്ക് നമ്മൾ കൈവച്ച് നോക്കിയാൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടും. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവതത്വം ശരീരത്തിൻ്റെ പ്രാണമയ കോശത്തിൽ നിലനിൽപ്പുണ്ട്. കൃത്യമായി യോഗ സാധന, ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഈ ചൈതന്യത്തെ,
അല്ലെങ്കിൽ ഈ ഊർജ സംവിധാനത്തെ ആന്തരികമായി അനുഭവിക്കാവുന്നതാണ്. ഈ നമ്മുടെ തന്നെ തലയുടെ മുകളിലുള്ള ഈ യോഗ കേന്ദ്രത്തെയാണ് ശൈലകം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ശിവതത്വം, നമ്മുടെ ആത്മബോധം ഇരിക്കുന്നത്. മനസ്സ് ധ്യാനത്തിൽ അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കുളിർമ താഴേക്ക് ഒഴുകുന്നത് പോലെ അനുഭവപ്പെടാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ മരണമില്ലാത്ത അമൃത ഗംഗ, ഒരു ജലപ്രവാഹം, തണുത്ത ഒരു ജലപ്രവാഹം ഈ ചൂടിൽ നിന്ന് ഇങ്ങനെ പതുക്കെ തപശക്തിയിൽ നിന്ന് ഒരു ഗംഗാജല പ്രവാഹം, ഒരു തണുപ്പ് ഇങ്ങനെ താഴേക്ക് ഒഴുകുന്നത് ഓരോ സാധകനും മനസ്സിലാകാൻ പറ്റും. ഈ അനുഭവതലത്തിലേക്ക് നാം എത്തുക എന്നുള്ളതാണ് ശിവരാത്രി എന്ന ഈ ആഘോഷം കൊണ്ട് ഗുരുക്കന്മാർ നമ്മെ അറിയിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ആ അറിവിൽ ലഭിക്കാതെ നമ്മൾ വെറും പ്രകടനപരമായ ഒരു ആഘോഷത്തിലേക്ക് പോയാൽ നഷ്ടം നമുക്ക് ഓരോരുത്തർക്കും തന്നെയാണ്. ഈ ആശയത്തെ ഉള്ളുകൊണ്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആഴത്തിൽ മനസ്സിലാക്കി, അത് നിത്യജീവിതത്തിൽ പകർത്തണം. അതാണ് നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെയെങ്കിലും നമ്മുടെ ആഘോഷത്തിൻ്റെ തത്വം അല്ലെങ്കിൽ ലക്ഷ്യം. അതുപോലെ ഈ ശിവരാത്രിയെയും നാം ഓരോരുത്തരും ഈ ആഴത്തിൽ മനസ്സിലാക്കി അത് സ്വജീവിതത്തിൽ പകർത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു നല്ല ശിവരാത്രി നേരുന്നു.